ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റേപ്പ് ഗുഡ്നസ്, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം, അതിന്റെ 4ാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യത്തെ 3 പാർട്ടിലായി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അഗ്രികൾച്ചറിന്റെ ന്യൂ വേസസിനെ കുറിച്ചും പോസിബിലിറ്റീസ് ഓഫ് മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ, പിന്നെന്തോന്നാണ് വെർട്ടിക്കൽ ഫാമിംഗ്, ഡിഫറെന്റ് ഫെർട്ടിലൈസേഴ്സ്, ലീഫ് കളർ ചാർട്ട്, പ്ലാന്റിംഗ് ടെക്നിക്സ്, GM ക്രോപ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നത്തതില് നമ്മൾ കുറച്ച് ചാപ്റ്റർ വൈസ് കുറച്ചുകൂടെ ചെയ്യാനുണ്ടായ അതും ലെറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ്. ഭൗമസൂചിക പദവി, അതായത് എഫേർട്സ് അണ്ടർ വേ ടു ഗെറ്റ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ഫോർ കേരള കാഷ്യൂ. അതായത് ഒരു പത്രപരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. കശുവണ്ടിക്ക് ഭൗമസൂചിക പദവിക്ക് ശ്രമം. എന്താണ്? കേരള ഈസ് എ മേക്കിംഗ് എ മൂവ് ടു ഒബ്റ്റെയിൻ എ geographical indication tag for its cashews, special name Kerala cashew. This effort is being driven by the Kerala State Cashew Development Agency's special officer, who has submitted a recommendation to the central government. The Ministry of Commerce and Industry has to review and approve the application. അതായത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചിക പദവി നേടാൻ ശ്രമം തുടങ്ങി. കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് പദവി അംഗീകരിക്കേണ്ടത്. Having to observe the news report, the geographical indication tag is generated based on the unique characteristics of the geographical area where the product is cultivated, resulting in distinct differences in the product's taste, color, aroma, and nutritional value. This is why certain products from specific regions receive the GI tag. Such products get a premium value in the market. അതായത് ഈ കൃഷി ചെയ്യുന്ന ഈ പത്രവാർത്തയിൽ കൊടുത്തിരിക്കുന്നത്, കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്ക് അനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചിയും നിറം, മണം, പോഷകഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യവും ലഭിക്കുന്നു. ഓക്കെ, ചില ഉൽപ്പന്നങ്ങൾക്ക് അവയുടെ രുചി, നിറം, മണം, അതിന്റെ പോഷക ഗുണങ്ങളൊക്കെ അനുസരിച്ച് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുന്നവയ്ക്കാണ് എന്തോന്നാണ് ഭൗമസൂചിക പദവി നൽകുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിലും കൂടുതൽ വില കൊടുത്തൊക്കെ ആയിരിക്കും അത് വാങ്ങേണ്ടി വരുന്നത്. ഈ മട്ടരി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഒരു ഭൗമസൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നമാണെന്ന് പറയാം. ഓക്കെ, അതാണ്. Some examples for agricultural products that received geographical indications are given below. ഭൗമസൂചിക പദവി ലഭിച്ച ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ, കുറ്റ്യാട്ടൂർ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. ഇതൊക്കെ എന്തോന്നാണ്? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ഓക്കെ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ഓക്കെ, ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അടുത്ത് നോക്കൂ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൈവേഴ്സിഫൈയിങ് അഗ്രികൾച്ചർ? കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണെന്ന്? എന്താണ്? Food availability and income can be ensured in all seasons. A variety of nutrients for family members,
the byproducts of one can be used as fertilizer or feed for another. എന്താണ് ഒന്നാമത്തത്? എല്ലാ സീസണുകളിലും ലഭ്യതയും വരുമാനവും ഉറപ്പാക്കാം. കുടുംബാംഗങ്ങൾക്ക് വൈവിധ്യമാർന്ന പോഷകങ്ങൾ ഒന്നിന്റെ ഉൽപാദനം മറ്റൊന്നിന് വളമായോ തീറ്റയായോ ഉപയോഗിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. എന്താണ് കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ? പലതരത്തിലുള്ള കൃഷി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രയോജനങ്ങളാണ്. അടുത്ത്, വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി ഡൺ ഈവൻ ബൈ ദോസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്? ഇവയിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കൃഷി ഇനങ്ങൾ ഏതെല്ലാമാണ്? ഏതാണ്? ഈവൻ ദോസ് ദ ലിമിറ്റഡ് സ്പേസ് ക്യാൻ ബി തിങ്സ് ലൈക്ക് ഓർണമെന്റൽ ഫിഷ് ഫാമിങ്, റൈസിംഗ് പെറ്റ്സ്, മഷ്റൂം കൾച്ചർ ഓഫ് ഗാർഡനിങ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും അലങ്കാര മത്സ്യകൃഷി, പിന്നെന്തോന്നാണ്, മൃഗങ്ങളെ വളർത്തൽ, കൂൺ കൃഷി, ഉദ്യാന കൃഷി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൊബൈൽ ആപ്സ് ഫോർ ഫാർമേഴ്സ്. കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ. There are apps that provide weather forecast, pest and disease alert, expert agricultural advice, market price information, benefit schemes for farmers and information on organic certification. If these facilities are properly utilized, the agriculture sector will undoubtedly flourish. ഓക്കെ, എന്തൊക്കെ? കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധമായ വിദഗ്ധ ഉപദേശങ്ങൾ, വിപണി വില നിലവാരം, കർഷകർക്കായുള്ള മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകളുണ്ട്. അതാണ് കർഷകർക്കായുള്ള മൊബൈൽ ആപ്പുകൾ. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ഈ മൊബൈൽ ആപ്പ് വഴി എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും? കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, വെതർ ഫോർകാസ്റ്റിംഗ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് അലർട്ട്, എക്സ്പെർട്ട് അഗ്രികൾച്ചറൽ അഡ്വൈസ്, മാർക്കറ്റ് പ്രൈസ് ഇൻഫർമേഷൻ, ബെനിഫിറ്റ് സ്കീംസ് ഓഫ് ഫാർമേഴ്സ് ഓർ ഇൻഫർമേഷൻ ഓൺ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയും ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനവും ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അർഹിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനം ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അർഹിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. ഇതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത് നമുക്ക് ഇതിന്റെ ലെറ്റേഴ്സ് നോക്കാം. നോക്കൂ, ലെറ്റേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ബോക്സസ് എ ആൻഡ് ബി ഇൻ ദ ടേബിൾ സ്യൂട്ടബിളി. ബോക്സ് എയിലും ബിയിലും നൽകിയിരിക്കുന്ന വിവരങ്ങളെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്താനാണ്. 3 തന്നിട്ടുണ്ട്. ഏതൊക്കെ? സ്പേസ് കോൺസ്ട്രൈൻസ്, സിന്തറ്റിക് ഫെർട്ടിലൈസർ, ഓർഗാനിക് ഫെർട്ടിലൈസർ. സ്പേസ് കോൺസ്ട്രൈന്റ് എന്തോന്നാണ്? ഇതിൽ തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് 3 എന്തൊക്കെ? സ്ഥലപരിമിതി, ജൈവവളം, കൃത്രിമവളം. അപ്പൊ അതില് ആദ്യത്തെ സ്ഥലപരിമിതിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഫാമിംഗ് വരും. പിന്നെന്തോ വരും? ഒന്നാമത്തത് വെർട്ടിക്കൽ ഫാമിംഗ് വരും. അതിൽ എന്തോന്ന് വരും? ടെറസ് ഫാമിംഗ് വരും. പിന്നെ സാക്ക് ഫാമിംഗ്. ഇത് 3 സ്പേസ് കൺസ്ട്രെയിനിൽ വരുന്നത്. ഏതൊക്കെ? വെർട്ടിക്കൽ ഫാമിംഗ്, ടെറസ് ഫാമിംഗ്, സാക്ക് ഫാമിംഗ്. സ്ഥലപരിമിതിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഫാമിംഗ്, മട്ടുപ്പാവിലെ കൃഷി, ചാക്കിലെ കൃഷി. അടുത്ത ഓർഗാനിക് ഫെർട്ടിലൈസറിൽ വരുന്നത് മാന്യൂർ എന്നാണ്. ഇത് ഓർഗാനിക് ഫെർട്ടിലൈസറിൽ വരുന്നത് എന്താണ്? മാനുവർ, വെർമി കമ്പോസ്റ്റ്, ബോൺ മീൽ. ഏതൊക്കെ? മാനുവർ, വെർമി കമ്പോസ്റ്റ്, ബോൺ മീൽ. ഏതെല്ലാം? ജൈവവളം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി. ഓക്കെ, അടുത്ത 3 കൃത്രിമവളം, സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? യൂറിയ,
യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, പിന്നെന്തോന്നാണ് സൂപ്പർ ഫോസ്ഫേറ്റ്. ഏതാണ് സൂപ്പർ ഫോസ്ഫേറ്റ്? ഏതൊക്കെയാണ് കൃത്രിമ വളത്തിൽ വരുന്നത്? യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് മൂന്നും തിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാം തന്നിട്ടുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് തിരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Has 15 cents of homestead land and 30 cents of paddy field. He says that paddy cultivation is not profitable. What suggestions do you have to make farming profitable by making use of homestead land and paddy field? അപ്പോൾ സതീഷിന് 15 സെന്റ് പുരയിടവും 30 സെന്റ് നെൽപ്പാടവും ഉണ്ട്. നെൽകൃഷി കൊണ്ട് വേണ്ടത്ര മെച്ചമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരയിടവും പാടവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി ലാഭകരമാക്കുവാൻ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകുവാനുള്ളത്? എന്ത് നൽകാൻ പറ്റും? അതിന്റെ ആൻസർ ആണ് homestead farming and paddy cultivation should be carried out simultaneously. ഹോംസ്റ്റെഡ് കൃഷിയും നെൽകൃഷിയും ഒരേ സമയം നടത്തുന്നത് ഏറെ ഗുണകരമാണ്. കാറ്റിൽ റെയറിംഗ് ക്യാൻ ആൾസോ ബി ഇൻക്ലൂഡഡ് along with the grass farming. പിന്നെന്തോന്നാണ്? cow dung can be used as manure. Grass and hay can be used as cattle feed. By cultivating legumes, soil fertility can be during the intervals between paddy cultivation. Soil fertility can be maintained and fertilizer cost can be reduced. ഇതെന്തോന്നാണ്? ഒരു സംയോജിത കൃഷിയാണ് അല്ലെ? ഹോംസ്റ്റെഡ് കൃഷിയും നെൽകൃഷിയും ഒരേ സമയം നടത്തുന്നത് വളരെ ഗുണകരമാണ്. ഇതിനു കൂട്ടായി കന്നുകാലി വളർത്തലും ചെടിച്ചട്ടി കൃഷിയും ഉൾപ്പെടുത്താവുന്നതാണ്. കാളകളിൽ നിന്ന് ലഭിക്കുന്ന പശുക്കളിൽ നിന്ന് ലഭിക്കുന്നവ വളമായി ഉപയോഗിക്കാം. ചെടികൾക്ക് ആവശ്യമായ ഹേ നൽകാവുന്നതാണ്. നെൽ കൃഷിക്കിടയിലെ ഇടവേളകളിൽ പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താനും രാസവള ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ രീതിയിൽ ചേർന്ന് കൃഷി നടത്തുന്നത് പരസ്പരപൂർവമായ ഒരു കാർഷിക പരിസ്ഥിതിയെ രൂപപ്പെടുത്തുകയും ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതിയോട് സഹജമായി ജീവിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ അത്? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഓഡ് ഓൺ? വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതേഴ്സ്? എന്താണ് കൊടുത്തിരിക്കുന്നത്? കൂട്ടത്തിൽ പെടാത്തത് മറ്റുള്ളവയുടെ പൊതു സ്വഭാവങ്ങൾ എന്ത്? അതാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്തോന്നൊക്കെയാണ്? ആദ്യത്തെ ഒന്നാമത്തേല് വിക്ക് ഇറിഗേഷൻ, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, മൾച്ചിങ്. ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് ആദ്യത്തേല് വരുന്നത്. ഏതൊക്കെ? തിരിനന, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, പുതയിടൽ. ഇതൊക്കെ എന്തോന്നാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് വ്യത്യസ്തമായിട്ട് വരുന്നത്. അതേഴ്സ് ആർ മെത്തേഡ്സ് യൂസ്ഡ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. ജലനഷ്ടം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക സാങ്കേതിക വിദ്യയാണ് ബാക്കിയുള്ളതെല്ലാം. ഇതിൽ പെടാതെ വരുന്നത് ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആൻസർ. അടുത്ത ബി എന്തോന്നാണ്? ഹൈഡ്രോപോണിക്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഏതൊക്കെ? ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ഭൗമ സൂചിക. ഇതിൽ വരാത്തത് ഏതാണ്? ഭൗമ സൂചിക, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതൊക്കെ അതിൽ വരാത്തത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അതേഴ്സ് ആർ ഡിഫറെന്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ആണ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ് വരാത്തത്. മറ്റ് വ്യത്യസ്ത കാർഷിക രീതിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫാമിംഗ് വിൽ ബി profitable only if all the pests are killed. What is your response to this comment of a farmer? അപ്പോൾ കീടങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാലേ കൃഷി ലാഭകരമാകൂ. കർഷകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? എങ്ങനെ ഫലപ്രദമായ കീടനിയന്ത്രണം നടപ്പിലാക്കാം? കീടങ്ങളെല്ലാം കൊന്നൊടുക്കിയാൽ കൃഷി നേരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഡസ് നോട്ട് എഗ്രി. കാര്യം എന്താണ്? പെസ്റ്റ് ആൾസോ ഹാവ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ദെയർ കംപ്ലീറ്റ് destruction is dangerous. We should adopt integrated pest management method to control their numbers in way that does not harm to crop. അപ്പൊ കീടങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കണം എന്ന അഭിപ്രായം ശരിയല്ല. കീടങ്ങൾക്കും പ്രകൃതിയിലുമുള്ള സമതുലിതത്വത്തിൽ നിർണായക പങ്കുണ്ട്. അവയുടെ പൂർണ്ണനാശം പരിസ്ഥിതിക്കും കൃഷിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും.
Observe the illustration. Value added products from coconut. കോക്കനട്ടിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പിക്ചർ വഴി കൊടുത്തിരിക്കുന്നത്. എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ടു ഫാർമേഴ്സ് ബൈ പ്രൊഡ്യൂസിങ് സച്ച് പ്രോഡക്ട്സ്? ഇതുപോലെ ഉള്ള പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ട് കർഷകർക്കുള്ള നേട്ടം എന്താണ്? മോർ ഇൻകം ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇൻകം കൂടുകയും വരുമാനം കൂടുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ? തേങ്ങയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ചിപ്സ്, വിനെഗർ, കയർ പ്രോഡക്ട്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ബീവറേജ് പാനീയം, ബീവറേജസ്, പിന്നെ കോക്കനട്ട് മിൽക്ക് ക്രീം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കോക്കനട്ടിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയും. അതുപോലെ മറ്റേതെങ്കിലും വിളയുടെ സമാനമായ ചിത്രീകരണം തയ്യാറാക്കുക. അതുപോലെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറിയാന്നുള്ളത് തയ്യാറാക്കാനാണ്. ഞാൻ ഇവിടെ പാഡിയുടെ കൊടുത്തിട്ടുണ്ട്. പാഡിയിൽ നിന്ന് എന്തൊക്കെ പ്രോസസ്ഡ് റൈസ് ഫ്ലോർ, പിന്നെ പഫ്ഡ് റൈസ് ബ്രാൻ ഓയിൽ, റൈസ് വൈൻ, ബേബി ഫുഡ്, റൈസ് ബേസ്ഡ് സ്നാക്സ്, എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ്, ഇതൊക്കെ ഇത് പാഡിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം നെല്ലിൽ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അരി, വ്യത്യസ്ത വർഗത്തിലുള്ള അരികൾ, അരിപ്പൊടി, റൈസ് വൈൻ, ബേബി ഫുഡ്, പലഹാര ഉൽപ്പന്നങ്ങൾ, എക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം റൈസിൽ ഉണ്ടാക്കാൻ കഴിയുന്നവയാണ്. ഓക്കെ, അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ് ബേസ് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ അന്നു പഠിപ്പിക്കുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വാട്ട് ഈസ് മെൻഡ് ബൈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ? ലിസ്റ്റ് ഔട്ട് സം എക്സാമ്പിൾസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ദാറ്റ് റിസീവ്ഡ് ജോഗ്രഫി ഇൻഡെക്സ്. ഭൗമസൂചിക പദവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൗമസൂചിക പദവിയിൽ ലഭിച്ച ചില ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഈസ് granted based on the unique characteristics of the geographical area where the product is cultivated, resulting in distinct differences in the product's taste, color, aroma and nutritional value. Such products get a premium value in the market. Example ഏതൊക്കെ പറയാം? പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ, കുറ്റിയാട്ടൂർ മാംഗോ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷകഗുണം എന്നിവയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കുന്നു. അപ്പൊ എക്സാമ്പിൾ ഏതൊക്കെ? പാലക്കാടൻ മട്ട, മലബാർ കുരുമുളക്, കുറ്റിയാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില മുതലായവ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു മേക്ക് ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ് സ്മാർട്ട്? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് എന്നിവ സ്മാർട്ട് ആക്കാനുള്ള മാർഗം. In hydroponics, where plants are grown in nutrient solutions, and in aeroponics, where plants are grown suspended in the air without soil. The level of nutrients are detected with the help of the sensors and provided as needed. പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന ഹൈഡ്രോപോണിക്സിലും മണ്ണില്ലാത്ത വായുവിൽ തൂക്കിയിട്ടിരിക്കുന്ന വളർത്തുന്ന എയറോപോണിക്സിലും സെൻസറുകളുടെ സഹായത്തോടെ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ സ്മാർട്ട് ഫാമിംഗ്? സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂസ് ഓഫ് modern technologies in agriculture. Artificial intelligence, Internet of Things, hydroponics, aeroponics, etc. can be integrated in agriculture. If a system is created where consumers can see everything from sowing to harvesting through sensors, drones, and AI cameras in the field. The marketing potential will
increase. This will enable them to identify and solve problems on the farm themselves. അപ്പോൾ സ്മാർട്ട് ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. കൃഷിയിൽ നിർമ്മിത ബുദ്ധി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് മുതലായവ സമന്വയിപ്പിക്കാം. കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവ വഴി വിത്തിറക്കുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കാനും വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും കഴിയും. കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം പരിഹരിക്കാൻ ഇതിലൂടെ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ്. വിവിധ തരം കൃഷി രീതികൾ ഏതൊക്കെയാണ്? ഫാമിംഗ് ഫോർ ബനാന ലീവ്സ്, മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ബീറ്റൽ കൾട്ടിവേഷൻ, ഫ്ലോറികൾച്ചർ, ഹോർട്ടികൾച്ചർ, സെറികൾച്ചർ, അപ്പികൾച്ചർ, മഷ്റൂം കൾച്ചർ, ലൈവ്സ്റ്റോക്ക് ഫാമിംഗ്, പോൾട്രി ഫാമിംഗ്, ക്യൂണികൾച്ചർ, റൈസിംഗ് പെസ്റ്റ്, ഓർണമെന്റൽ ഫിഷ് ഫാമിംഗ്. ഏതൊക്കെ? ഇലവാഴ കൃഷി, ഔഷധ സസ്യകൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, ഉദ്യാന കൃഷി, പട്ടുനൂൽ വളർത്തൽ, തേനീച്ച വളർത്തൽ, കൂൺ വളർത്തൽ, കന്നുകാലി വളർത്തൽ, പക്ഷി പരിപാലനം, മുയൽ വളർത്തൽ, ഓമന മൃഗങ്ങളെ വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി. ഇവയൊക്കെ വിവിധ കൃഷി രീതികളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ വെറൈറ്റീസ്. ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ദേ ആർ ന്യൂട്രിയസ്, ദേ ഗ്രോ harmony with the local environment, they will survive climate change, they will resist pests and diseases because of their inherent resistance. As these crops require minimal fertilizers and pesticides, cultivation cost can also be reduced. They help maintain the balance of nature by retaining insects. എന്താണ്? പോഷക ഗുണമുള്ളവയാണ്, പ്രാദേശിക പരിസ്ഥിതികളോട് ഇണങ്ങി വളരുന്നവയാണ്, കാലാവസ്ഥാ മാറ്റം അതിജീവിക്കും, സ്വാഭാവികമായ പ്രതിരോധമുള്ളതിനാൽ കീടരോഗബാധകളെ ചെറുക്കും, കീടനാശിനികളുടെ ആവശ്യമില്ല, വളം കുറച്ച് മതിയാകും, ചെലവ് കുറവാണ്, പ്രാണികളെ നിലനിർത്തുന്നതിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സഹായകമാകും. ഓക്കെ, നാടൻ പച്ചക്കറികളുടെ പ്രാധാന്യം. അടുത്ത ന്യൂട്രിയൻസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ഏതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ആണ്. ദ എലമെന്റ്സ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മാഗ്നീഷ്യം ആൻഡ് സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ദ എലമെന്റ്സ് റിക്വയർഡ് ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെ? ബാരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ. അതായത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കൂടിയ അളവിൽ ആവശ്യമായ സസ്യ പോഷകങ്ങളാണ്. അത് നൈട്രജനും, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ സസ്യ പോഷകങ്ങളാണ്. അതിൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോൾബ്ഡിനം, ക്ലോറിൻ, നിക്കൽ എന്നിവയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.